ഹലോ ഗൈസ്, ഞാനിന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചി കടപ്പുറം വരെ ഒന്ന് വന്നേക്കുകയാണ്. ഇന്നിപ്പോ ഇട ദിവസം ആയതുകൊണ്ടും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും ആള് ഭയങ്കര കുറവാണ്. ഇത് കണ്ടോ, ഞാനിപ്പോ അവിടെ വന്നപ്പോ കണ്ടതാണ് ഒരു കപ്പൽ. ഫോർട്ട് കൊച്ചിയിൽ കടപ്പുറത്ത് നമ്മൾ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകതയാണ് നമുക്ക് ഇങ്ങനെ കപ്പലുകളെയൊക്കെ കാണാൻ പറ്റും. ഇന്നിപ്പം നല്ല മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് കടല് അത്യാവശ്യം നല്ല രീതിയിൽ തിരമാലകളും കുറച്ച് ശോഭിച്ച് നിൽക്കുകയാണെന്നാണ് ഇത് പറയാം. അതേപോലത്തെ അവസ്ഥയാണ്. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതാ ഇവനെ കണ്ടത്. ആശാൻ എന്തോ ഭക്ഷണം തേടിക്കൊണ്ട് നടക്കുകയാണ്. പാവം. ആ കവറിന്റെ ഉള്ളിൽ അവനെ പറ്റി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവനത് ആരും കാണാതെ കുറച്ച് ദൂരത്തോട്ട് മാറി ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാൻ എന്തായാലും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല രീതിയിലുള്ള തിരമാലകളും എല്ലാം ഉണ്ട്. കടൽ അത്യാവശ്യം നല്ല രീതിയിൽ ശോഭിച്ച് നിൽക്കുകയാണ്. ഇത് അവിടെ അടുത്തുള്ള ഒരു പുലിമുട്ടാണ്. ഇതുപോലെ ശക്തമായ തിരമാലകൾ കാരണം നിരന്തരമായിട്ട് അങ്ങനെ അടിച്ചടിച്ചടിച്ച് തകർന്നു പോയേക്കാണ്. ഇപ്പൊ ഒന്നും തകർന്നല്ല, കുറച്ചധികം നാളുകളായി. അത് നന്നാക്കിയിട്ടൊന്നുമില്ല. ഇത് വീണ്ടും അവിടെ ഉള്ള കുറെ പട്ടിക്കുട്ടന്മാരാണ്. ഇവന്മാരൊക്കെ അവിടെ റെസ്റ്റ് എടുത്ത് കിടക്കുകയാണ്. മഴയൊക്കെ ഒന്ന് മാറിയതുകൊണ്ട് ബോഡിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവുമല്ലോ മഴയത്തൊക്കെ നടന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടി കുറച്ച് സമാധാനപരമായിട്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ട് കിടക്കാം എന്നൊക്കെ വിചാരിച്ചാണ്. വെയിലൊന്നും കാര്യമായിട്ടില്ല, മഴക്കാരിങ്ങനെ മൂടി നിൽക്കുകയാണ്. എന്താ, കുറെ പ്രാവുകളൊക്കെ നമുക്ക് കാണാം ബീച്ചിൽ. ഇത് ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ സൗത്ത് സൈഡാണ്. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ നേവിക്കാരുടെ ഒരു ഏരിയ ആണത്. ഇന്നിപ്പോ ഇടദിവസം ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തിരക്ക് കുറവാണ്. ഇത് അവിടെ തന്നെയുള്ള നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഈ മാലകന്മാരുടെ ചിറക് പോലെ വെച്ചാൽ അതിന് മുമ്പിലേക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള ചെയറൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.